നമ്മുടെ വള്ളിച്ചെടികളുടെ കാര്യം ആരും മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? ഇന്ന് കുറച്ച് തൊടിയിലെ വിശേഷങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയില് തൊടിയിലെ വള്ളിച്ചെടികളെ പരിചയപ്പെടുത്തിയപ്പോൾ നമ്മുടെ അച്ചിങ്ങക്ക് മാത്രമേ കായ്ഫലം ഉണ്ടായി കണ്ടുള്ളൂ. അച്ചിങ്ങ ഇപ്പോഴും നല്ല മുടുക്കരായിട്ട് തഴച്ചു വളരുന്നുണ്ട് കേട്ടോ. പടർന്നു കയറുന്ന ഓരോ വള്ളികളിലും അച്ചിങ്ങ എന്ന കണക്കിനാണ് പുള്ളിക്കാരി വളർന്നു കയറുന്നത്. ഇതിനി അടുത്ത വട്ടത്തെ വിത്തിനിട്ടേക്കുവാട്ടോ. പിന്നെ നമ്മുടെ തൊടിയിലേക്ക് വരാറുള്ള സ്ഥിരം അതിഥികൾ ഇന്നും ഹാജരാണ്. ദേ ആളിവിടെ തന്നെ ഇരിപ്പുണ്ട്. ആളുടെ പുറകെ ക്യാമറയിൽ പോയപ്പോഴാണ് ഒരാള് മാവിൻ തൈന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന കണ്ടത്. ഒരു കുഞ്ഞൻ പടവലങ്ങ. ആള് മാവിൻ തൈയിൽ പിടിച്ചാണ് വളർന്ന് സ്റ്റെയറിലേക്ക് കയറുന്നത്. പക്ഷേ ആളുടെ വളർച്ച ഇത്തിരി വളഞ്ഞുരുണ്ടുപോയി. അവിടെ നിന്ന് നമ്മുടെ പാവക്ക ചെടി നോക്കാൻ പോയപ്പോൾ ദേ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയില് ഇവൾ തൈ ആയിരുന്നെങ്കിലും ഇത്തവണ കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പലയിടത്തുമായിട്ട് കുഞ്ഞു കുഞ്ഞു പാവലും കാണാം. കുഞ്ഞു കുഞ്ഞു പാവക്ക കായ്കൾ പലയിടത്തായിട്ട് വന്നെടുക്കുന്ന കാണാൻ നല്ല ചന്തമുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ പാവയ്ക്ക ചെടിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഇലകളെല്ലാം മോശമായി തുടങ്ങി. ഏതോ പ്രാണിയൊപ്പിച്ച പരിപാടിയാണ്. പാവലിനെ കണ്ട് നേരെ സ്റ്റെയറിലേക്ക് നോക്കുമ്പോൾ ദേ കിടക്കുന്ന നമ്മുടെ ഇന്നത്തെ താരം. കൂട്ടത്തിൽ ഇവനാണേ കുറച്ച് മുഴുത്ത പടവലങ്ങ. സോ ആള് മൂപ്പായോ എന്ന് നോക്കാൻ പോവുകയാണ് ഞാൻ. മൂപ്പായിട്ടുണ്ടെങ്കിൽ വെട്ടിയെടുക്കാലോ എന്ന് കരുതി കത്രിയായിട്ടായിരുന്നു എൻ്റെ പോക്ക്. പക്ഷേ ആളത്ര മൂപ്പായിട്ടില്ല. സോ ആളുടെ മുകളിൽ കത്തി വെക്കാതെ നമ്മൾ ആളെ അവിടെ തന്നെ നിർത്തി. കുറച്ചുകൂടി മൂപ്പാവട്ടെ. പിന്നെ ചെടിയുടെ മറ്റു പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ പടവലങ്ങ കുഞ്ഞു കുഞ്ഞു കായ്ഫലങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുറിച്ചെടുക്കാൻ പ്രായപൂർത്തിയായിട്ടില്ലെന്നുള്ള പടവലങ്ങയുടെ അഭ്യർത്ഥന മാനിച്ച് ഇത്തവണ കത്രിയ വെക്കാതെ നമ്മൾ പടവലങ്ങയെ വെറുതെ വിട്ടു. നീ ഒന്നും മൂത്തിട്ട് വേണം ഇനി പടവലങ്ങയും പരിപ്പും കൊണ്ടൊന്ന് ചാറ് വെക്കാൻ. അപ്പൊ ബാക്കി വിശേഷങ്ങളായി പിന്നെ കാണാം.